നമസ്കാരം. ഇത് ചരിത്രധ്വനി. നമ്മളിന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ കഥയാണ് പറയുന്നത്. ഭാരതത്തിൻ്റെ വിപ്ലവ നക്ഷത്രം. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിറപ്പിച്ച നേതാവ്. ഗാന്ധിജിയുടെ അഹിംസാ മാർഗത്തിൽ നിന്ന് മാറി ആയുധമേന്തി പോരാടാൻ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ച നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ വീരഗാഥയും അദ്ദേഹത്തിൻ്റെ മരണത്തിലെ നിഗൂഢതകളും നമുക്ക് പരിശോധിക്കാം. 1897 ഒഡീഷയിലെ കട്ടക്കിലാണ് സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത്. ICS പരീക്ഷയിൽ ഉയർന്ന റാങ്കോടെ വിജയിച്ചിട്ടും ബ്രിട്ടീഷുകാരുടെ കീഴിൽ ജോലി ചെയ്യാൻ അദ്ദേഹം തയ്യാറായില്ല. കോൺഗ്രസ് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ഗാന്ധിജിയുമായുള്ള ആശയപരമായ ഭിന്നതയെ തുടർന്ന് അദ്ദേഹം ആ പദവി ഒഴിഞ്ഞു. ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചു. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ വീട്ടിൽ തടവിലാക്കിയപ്പോൾ അഫ്ഗാൻ പതനായി വേഷം മാറി അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഹിറ്റ്ലറെയും ജപ്പാൻ അധികാരികളെയും നേരിൽ കണ്ട് സഹായം തേടിയ നേതാജി സിംഗപ്പൂരിൽ വെച്ച് ആസാദ് ഹിന്ദ് ഫൗജ് എന്ന സൈന്യത്തിനു ചുമതലയേറ്റു. സ്ത്രീകൾക്കായി റാണി ഓഫ് റാൻസി റെജിമെന്റ് അദ്ദേഹം രൂപീകരിച്ചു. ചാലോ ഡൽഹി എന്ന മുദ്രാവാക്യവുമായി ഇഫാൽ അതിർത്തി വരെ അദ്ദേഹത്തിൻ്റെ സൈന്യം എത്തിയെങ്കിലും പ്രതികൂല സാഹചര്യങ്ങൾക്ക് തിരിച്ചടിയായി. 1945 ആഗസ്റ്റ് 18 തായ്വാനിൽ വെച്ചുണ്ടായ വിമാനാപകടത്തിൽ അദ്ദേഹം മരിച്ചുവെന്നാണ് ഔദ്യോഗിക രേഖകൾ. എന്നാൽ അത് വിശ്വസിക്കാത്തവരാണ് ഭൂരിഭാഗം ഇന്ത്യക്കാരും. അദ്ദേഹം റഷ്യയിലേക്ക് കടന്നുവെന്നും പിന്നീട് ഗ്വാനാമി ബാബ എന്ന പേരിൽ ഉത്തർപ്രദേശിൽ ഒളിവിൽ കഴിയുകയാണെന്നും വിശ്വസിക്കുന്നവർ ഇന്നും ധാരാളമാണ്. ആ നിഗൂഢതകൾ ഇന്നും ചരിത്രത്തിലെ വലിയൊരു ചോദ്യചിഹ്നവുമാണ്. ഇത്തരത്തിലുള്ള ചരിത്ര സംബന്ധമായ വീഡിയോകൾക്കായി ചരിത്രധ്വനി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.